തെളിമയുടെ നാദം, ഒരുമയുടെ ശബ്ദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം. പ്രകാശനായ പ്രകാശിന മലങ്കര ദർശൻ. നമസ്കാരം. മലങ്കര ദർശൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പുതിയൊരു അതിഥിയുമായി ഞങ്ങൾ ഇതാ എത്തിയിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ ടി.ഇ. ഈപ്പൻ. സഭാ സംഗീതത്തിലും സഭയുടെ ഗായക സംഘത്തിൻ്റെ ശുശ്രൂഷയിലും വ്യത്യസ്തമായ സമീപനവും നേതൃത്വവും നൽകിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഡോക്ടർ ടി.ഇ. ഈപ്പൻ വ്യത്യസ്തനാണ്. സഭാ സംഗീതത്തെ സ്നേഹിക്കുകയും സഭയുടെ വിവിധ ശുശ്രൂഷകളിൽ സമർപ്പണത്തോടെ പങ്കുചേർന്ന് പ്രവാസ ജീവിതം നയിക്കുകയും ചെയ്ത ഡോക്ടർ ടി.ഇ. ഈപ്പൻ ഇന്നത്തെ അതിഥിയായി നമ്മോടൊപ്പം പങ്കുചേരുന്നു. വളരെ സ്നേഹത്തോടെ ആദരവോടെ സാറിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സാറിൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു ഘടകമാണ് സംഗീതം. പല അവസരത്തിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചു. പല സന്ദർഭങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനായി സാധിച്ചു. സംഗീതം എങ്ങനെയാണ് സാറിൻ്റെ ജീവിതത്തെ തൊട്ടത്? ഏത് തരത്തിലാണ് സംഗീതത്തിൻ്റെ സ്വാധീനം ജീവിതത്തിൽ വന്നു ഭവിച്ചത് എന്നത് ഒന്ന് പങ്കുവയ്ക്കുന്നത് സഹായകരമാണ്. വളരെ ചെറുപ്പകാലം മുതൽ എനിക്ക് സംഗീതത്തിൽ വലിയ താല്പര്യമായിരുന്നു. അതായത് ക്ലാസിക്കൽ മ്യൂസിക് എവിടെയെങ്കിലും പഠിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. അന്നത്തെ കാലത്ത് റേഡിയോയിൽ ഈ പ്രഭാതത്തിൽ ഒരു സംഗീത ക്ലാസ് ഉണ്ട്. ക്ലാസിക്കൽ പാട്ടുകൾ, ലളിത ഗാനങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ടായിരുന്നു. അത് ഞാൻ ക്രമമായിട്ട് കേൾക്കുകയും പാട്ടുകൾ പഠിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീടാണ് പള്ളിയിലെ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായത്. ആ കാലത്ത് നമ്മുടെ DSMC ഒക്കെ തുടങ്ങിയ അവസരത്തിൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം അടൂർ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ലീഡേഴ്സിനെ പോയി ക്യാമ്പ് ചെയ്തിട്ട് അവിടെ എല്ലാ വിഭാഗത്തിലുള്ള സംഗീതവും, അതായത് കർണാട്ടിക് മ്യൂസിക്, ഇംഗ്ലീഷ് ട്യൂണിലാണെങ്കിൽ ടോണിക് സോൾഫ, അതുപോലെ മ്യൂസിക് നൊട്ടേഷൻസ്, പിന്നെ അതിനോട് ചേർന്ന് പ്രാർത്ഥനയും ധ്യാനവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനോടും വലിയ താല്പര്യമായിരുന്നു. ഇതൊക്കെ ഏത് രീതിയിലെങ്കിലും പഠിക്കണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ആദ്യം എനിക്കുണ്ടായിരുന്ന ഒരു പഴയ ഒരു ഹാർമോണിയം വീട്ടിൽ ഉണ്ടായിരുന്നു. അത് വെച്ച് കോഡ്സൊക്കെ പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നീട് അതുപോലെ ഒരു മൗത്ത് ഓർഗനൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് മൗത്ത് ഓർഗൻ ഇല്ലായിരുന്നു. വളരെ ദൂരെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ സൈക്കിളിൽ പോയി വീട്ടിൽ നിന്ന് മൗത്ത് ഓർഗൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ കുറച്ച് ദിവസമൊക്കെ കീപ്പ് ചെയ്യാൻ അദ്ദേഹം സമ്മതിക്കുമായിരുന്നു. പിന്നീട് ഗായക സംഘത്തിൽ ചേർന്ന് ഒരു മെമ്പറായിട്ട് ഞാൻ വെണ്ണിക്കുളം ശാലയം പള്ളിയുടെ ഗായക സംഘത്തിൽ ഒരു മെമ്പറായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ ഒരു 10th ഒക്കെ ആയപ്പോഴത്തേക്ക്, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം അതിൻ്റെ ഒരു ലീഡർഷിപ്പ് എടുക്കേണ്ട ഒരു ചാൻസ് വന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ ലീഡർഷിപ്പ് എടുത്തു. അപ്പം പിന്നെ ഞങ്ങൾക്കൊരു ഇൻസ്ട്രുമെൻ്റ് എന്തെങ്കിലും ഒരു കീബോർഡ് വാങ്ങിക്കണം എന്നുള്ളൊരു താല്പര്യം വന്നു. എന്നാൽ അതിനുള്ള സാമ്പത്തിക ശേഷി അന്ന് പള്ളിയിലില്ല. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടെ സംഘടിച്ച പള്ളിയായിട്ട് ഒരു പ്രോഗ്രാം നടത്തി അങ്ങനെ അതിനുള്ള പണമൊക്കെ സമാഹരിച്ച് ഞങ്ങൾ അന്നത്തെ രീതിയിലൊരു ഓർഗൻ പണിയിപ്പിച്ച്, അന്നത്തെ റീഡ്സ് വെച്ചുള്ള ചവിട്ടുന്ന ടൈപ്പ് ഓർഗനാണ്. അങ്ങനൊരു ഓർഗൻ 1975 ഞങ്ങളത് പള്ളിയിൽ, വെണ്ണിക്കുളം ശാലയം പള്ളിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പ്ലേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യം തൊട്ടേയുള്ള, അതാണ് എൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു താല്പര്യം വന്നത്. പിന്നീടുള്ള കാലയളവിൽ, പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിലായിരുന്നപ്പോഴും ഇടവകയുമായും ഇടവക ഗായക സംഘവുമായും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ലീഡ് ചെയ്യാനും ഒക്കെ അവസരം കിട്ടി. ആ ഒരു അനുഭവങ്ങളൊക്കെ ഒരു കുറഞ്ഞ വാക്കുകളിൽ, ചെറിയ വാക്കുകളിൽ ഒന്ന് പങ്കുവയ്ക്കാമോ? അതായത്
ഓരോ പള്ളികളിലും അതിൻ്റെ ഒരു നീഡ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ വെണ്ണിക്കുളം ശാലേമിൽ ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു കീബോർഡൊക്കെ വെച്ച് പ്ലേ ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ ജനങ്ങളുടെ അതിലുള്ള താല്പര്യവും അതുപോലെ തന്നെ കുട്ടികൾക്ക് അതിൽ വന്ന് സംബന്ധിക്കുന്നതിൽ കൂടെയുള്ള അവർക്കുള്ള സന്തോഷവും അനുഗ്രഹവും വളരെയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് എല്ലാ ചർച്ചിൻ്റെയും ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഗായക സംഘം. അത് ശുശ്രൂഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അതിനുണ്ട് എന്നുള്ളത് എനിക്ക് ശരിയായിട്ട് ബോധ്യമായി ആദ്യം തന്നെ. അപ്പോൾ പിന്നെ വെണ്ണിക്കുളത്തുനിന്ന് ഈ പ്രൊഫഷൻ, അതായത് ജോലി സംബന്ധമായിട്ട് ഞാൻ ബഹ്റിനിലേക്ക് പോയി. ബഹ്റിനിൽ ചെന്നപ്പോഴും അവിടെ ആദ്യമേ തന്നെ കൊയറിൽ സംബന്ധിച്ചു. അവിടെ ഇതുപോലെ കീബോർഡ് ഇല്ല, പക്ഷേ അവിടെ ഒരു അക്കോർഡിയൻ ഉണ്ട്. അപ്പം വീണ്ടും അവിടെ ജോയിൻ ചെയ്തു. അവിടുത്തെ അക്കോർഡിയൻ പ്ലേ ചെയ്ത് കൊയറിൻ്റെ കൂടെ പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ കൊയറിൻ്റെ ലീഡർഷിപ്പ് എടുത്ത് വളരെ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നത് 1986 ഞാൻ ഉപരിപഠനത്തിനായിട്ട് അവിടുന്ന് പോകുന്നിടം വരെയും അവിടുത്തെ കൊയർ മാസ്റ്ററായിട്ട് തുടർന്നു. അവിടെയും ഓരോ ആളുകളുടെ താല്പര്യവും ഈ ഗായക സംഘം ഉള്ളപ്പോൾ സർവീസിനുള്ള ജനങ്ങളുടെ താല്പര്യവും അതിനുള്ള മാധുര്യവും വളരെയാണ്. അങ്ങനെയാണ് അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്, നമുക്ക് അതൊരു നല്ല ശുശ്രൂഷയാണ് എന്നുള്ള ഒരു ബോധ്യം എനിക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ബഹ്റിനിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് 91 ഞാൻ ദുബായിലേക്ക് വന്നു. ദുബായിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ ഗായക സംഘം അന്ന് നടക്കുന്നുണ്ട്, പക്ഷേ ആരും കീബോർഡ് പ്ലേ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ തൊട്ട് അവിടെ ഗായക സംഘത്തിൻ്റെ കീബോർഡ് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കീബോർഡ് പ്ലേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ കൊയർ മാസ്റ്ററായിട്ട് ദുബായ് പാരിഷിൻ്റെ കൊയർ മാസ്റ്ററായിട്ട് 92 ജോയിൻ ചെയ്തു. അങ്ങനെയൊക്കെയുള്ള വിവിധ സാഹചര്യങ്ങളിൽ ഈ ഗായക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധിച്ചു. ദുബായിൽ നിന്ന് മടങ്ങിപ്പോരുന്നിടം വരെയും അതിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. ഇപ്പം വീണ്ടും വെണ്ണിക്കുളം ശാലയം പള്ളിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. ഈ മ്യൂസിക്കിൻ്റെ സ്പാർക്ക് മനസ്സിലുള്ള ആളുകൾക്ക് എവിടെ ചെന്നാലും അതിലൊരു സാധ്യതയും വാതായനങ്ങളും ഒക്കെ തുറക്കപ്പെടും. നമ്മൾ ആ സാധ്യതകൾ കണ്ടെത്തും, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ നമ്മളെ തേടി വരും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ദൈവനിയോഗം അതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ എവിടെ പോയാലും സാറിന് ഒരു കൊയറിനെ ലീഡ് ചെയ്യാനും പാട്ടുകൾ പഠിപ്പിക്കാനും ഒക്കെ ഒരു അവസരം ലഭിച്ചത് ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. അതെങ്ങനെയാണ് സ്പിരിച്വൽ ലൈഫിൽ, നമ്മുടെ ആത്മീയ വളർച്ചയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഗുണകരമായത്? അതിനെ എങ്ങനെയാണ് സമീപിക്കാൻ കഴിഞ്ഞത്? ചെറുപ്പത്തിൽ അത് എനിക്ക് ലഭിച്ചു എന്നുള്ളൊരു ദൈവാനുഗ്രഹമായി. അതായത് ഭവനത്തിൽ ഫാദറും മദറും കട്ടിലയിലിരുന്ന് ഈവനിങ്ങിൽ പ്രാർത്ഥിക്കുമ്പോൾ കുട്ടികൾ, ഞങ്ങൾ വീട്ടിൽ 10 പേരാണ്, കുട്ടികളൊക്കെ താഴെ ഇരുന്ന് പാട്ട് പാടി അത് കഴിഞ്ഞിട്ട് ഫാദറോ മദറോ ഒക്കെ പ്രാർത്ഥിക്കും, കുട്ടികളും പ്രാർത്ഥിക്കും. ആ ഒരു പതിവുണ്ടായിരുന്നു. അപ്പം പാട്ട് പാടുക എന്നുള്ളത് വീട്ടിലെ ഒരു ചിട്ടയാണ്. എല്ലാ ദിവസവും അതുണ്ട്. അത് ഒരു പാട്ടല്ല, ഒരു 3-4 പാട്ട് പാടിയിട്ടാണ് വേദപുസ്തകം വായിച്ചൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ ഏറ്റവും ബേസിക്കായി നമുക്ക് ലഭിക്കുന്ന ശാസ്ത്രീയ സംഗീത പഠനം എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥനയുടെ വേദിയാണ്. അതെ അതെ. കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കനൽ പോലെ കിടക്കും. അത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം നൽകും. അതെ. അപ്പം വലിയ മ്യൂസിഷ്യൻസിൻ്റെ ഒക്കെ ജീവിതത്തിലാണെങ്കിലും ഒരു സ്പിരിച്വൽ ലൈഫിൽ നിന്ന് സംഗീതത്തിൻ്റെ വളർച്ച, തിരിച്ചും ഒരു സംഗീതത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ കൂടി സ്പിരിച്വൽ ലൈഫിൻ്റെ വളർച്ചയുണ്ടാകും. ഇത് രണ്ട് വിധത്തിലും സ്വാധീനിക്കപ്പെടും. അതെ അതെ. ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് ചെറുപ്പം മുതൽ അങ്ങനെ ഒരു ബാല്യകാലത്ത് കിട്ടിയ ഓറിയൻറ്റേഷൻ വലിയൊരു സ്വാധീനമായിരുന്നു. പിന്നെ പേഴ്സണലായിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ മ്യൂസിക്കൽ താല്പര്യവും വീട്ടിലെ ആ ഒരു ചിട്ടയും ഉണ്ടായിരുന്നു. എന്നാൽ കൂടുതലായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കാര്യം, വീട്ടിൽ നിന്ന് ഈ മാരാമൺ കൺവെൻഷന് എല്ലാ പ്രാവശ്യവും കുട്ടികളുമായിട്ട് ഫാദർ പോകും. അപ്പം ഞങ്ങൾ പോകുമ്പം അന്നത്തെ കാലത്ത് 1960s കാര്യമാണ്. അന്ന് റെക്കോർഡിംഗ് ഒന്നും അവൈലബിൾ അല്ല.
ഈവൻ കാസറ്റ് പ്ലെയർ പോലും ഇല്ല അന്ന്. പക്ഷേ ഈ സ്പൂൾ ടൈപ്പ് വലിയ ടേപ്പ് റെക്കോർഡേഴ്സ് ഇറങ്ങിയ സമയമാണ്. അപ്പം നമുക്കതിനുള്ള സാഹചര്യമില്ല. പാട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ മുന്നേ പോയിരുന്ന് പാട്ട് പഠിക്കണം. അപ്പോൾ അന്നൊക്കെ ആണെങ്കിൽ കൺവെൻഷന് രാവിലത്തെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത ശേഷം നേരത്തെ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നേരത്തെ സ്റ്റേജിൻ്റെ അടുത്ത് ഇരിക്കും. എന്നിട്ട് പാട്ടുകൾ പഠിക്കും. ആ ഒരു ചിട്ടയുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ. എന്നിട്ട് ഈവനിങ്ങിൽ വീട്ടിലെ സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഈ പാട്ടുകൾ പാടാനും ശ്രമിക്കാറുണ്ട്. അങ്ങനെ പഠിച്ച പാട്ടുകൾ അന്നത്തെ ഈവനിങ്ങിൽ പാടും. എന്നാൽ ഞാൻ കുറച്ചുകൂടി പ്രായമായി കഴിഞ്ഞ് ഏതാണ്ട് 1972 ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോഴും ഞാൻ ഫാദർ ഇല്ലെങ്കിലും ഞാൻ തന്നെ പോവും. ഈ കൺവെൻഷന് പോയി ഇതേ പതിവാണ്. നേരത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ സ്റ്റേജിൻ്റെ അടുത്ത് പോയിരുന്ന് പാട്ട് പഠിക്കും. അങ്ങനെ ഒരു ദിവസം വളരെ കൺവീനിയൻ്റായിട്ട് തൂണമൊക്കെ ചാരി ഞാൻ അവിടെ പോയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉപദേശി എൻ്റെ അടുക്കൽ വന്നിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഉപദേശിച്ച് നോക്കി. ഉപദേശി പതുക്കെ വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങി. വർത്തമാനം പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കതൊരു ഇച്ചിരി ഒരു ഷോക്കായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചു ഞാൻ വലിയ വെൽ ഡ്രസ്ഡായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ഉപദേശി ഇങ്ങനെ വന്നൊക്കെ ചോദിക്കുന്ന എനിക്കൊരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് പക്ഷേ ഉപദേശി വളരെ കാര്യമായിട്ട് സുവിശേഷം എന്നോട് പറയാൻ തുടങ്ങി, യേശു ക്രിസ്തുവിനെക്കുറിച്ചും. പിന്നെ ഞാൻ വേദപുസ്തകം ക്രമമായിട്ട് വായിക്കുന്നുണ്ടോ, എങ്ങനെയൊക്കെയാണ് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഉപദേശി എൻ്റെ അഡ്രസ്സും ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ പിരിഞ്ഞു. എന്നാൽ ആ ഉപദേശി എനിക്ക് കത്തുകൾ എഴുതാൻ തുടങ്ങി. അന്നത്തെ കാലത്ത് പോസ്റ്റ് കാർഡാണ്. പോസ്റ്റ് കാർഡിൽ ക്രമമായിട്ട് എനിക്ക് എഴുത്തെഴുതും. അപ്പം അറിയേണ്ടത് എൻ്റെ ആത്മീയമായിട്ടുള്ള പ്രോഗ്രസ് എങ്ങനെയാണ്, ഞാനിപ്പം വേദപുസ്തകം ക്രമമായിട്ട് എല്ലാ ദിവസവും വായിക്കുന്നുണ്ടോ, പേഴ്സണലായിട്ട് സന്ധ്യത്തെ കുടുംബ പ്രാർത്ഥനയിൽ പേഴ്സണലായിട്ട് കുറച്ച് പോർഷൻസ് വായിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ സിൻസിയറിറ്റിയും അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസവും ഒക്കെ എന്നെ വളരെ സ്വാധീനിച്ചു. അങ്ങനെ ഞാൻ ആ ഒരു എൻകൗണ്ടറിൽ കൂടാണ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും അങ്ങനെ ഈ സംഗീതത്തിൽ കൂടെ വന്നു. എന്നാൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ അത് അനുഭവമായിട്ട് തീർന്നത് ഈ ഒരു എൻകൗണ്ടറിന് ശേഷം. അപ്പോൾ എൻ്റെ ഈ കൊയറിലുള്ള പാട്ടും മ്യൂസിക്കിലുള്ള താല്പര്യമൊക്കെ കുറച്ചുകൂടെ മീനിങ് തീർന്നു. എനിക്ക് ഗാനങ്ങളുടെ ആ അർത്ഥമൊക്കെ കുറച്ചുകൂടെ മനസ്സിലാക്കി പാടുവാനുള്ള ഒരു സാഹചര്യം വന്നു. അങ്ങനെ എൻ്റെ ആ മൈൻഡ് സെറ്റ് തന്നെ വളരെ മാറി. അപ്പോൾ പിന്നെ ഇത് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണെന്നുള്ള ബോധ്യം കൂടുതലായിട്ട് വന്നതും അതിന് ശേഷമാണ്. ഈ രക്ഷയുടെ സന്തോഷം, രക്ഷയുടെ ഉറപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൊതുവെ അവഗണിക്കപ്പെടുന്ന ഒരു ദൈവശാസ്ത്രം പോലെ ആയി പോകുന്നുണ്ട്. എന്നാൽ പേഴ്സണൽ ലൈഫിൽ കർത്താവുമായുള്ള ആളത്വ ബന്ധത്തെ ഉറപ്പിക്കുന്നതിന് നമുക്ക് സംഗീതം മുഖാന്തരമായി തീരണം, ദൈവവചന പഠനം മുഖാന്തരമായി തീരണം. അങ്ങനെയാണ് ഒരു അഷ്വറൻസ് നമുക്ക് കിട്ടുന്നത്. അതൊരു വലിയൊരു ഫാക്ടറാണ് പറഞ്ഞത്. കാരണം ജീവിതത്തിൽ അങ്ങനെ ഒന്ന് ചോദിക്കാൻ, അങ്ങനെ ഒന്ന് എൻകൗണ്ടർ ചെയ്യാൻ ഒരാൾ ഉണ്ടാവുക, ദൈവം അങ്ങനെ ഒരു അവസരം തരിക എന്ന് പറയുന്നത് ഒരു ഓപ്പണിംഗ് ആണ്. തീർച്ചയായും നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താൻ കഴിയുന്ന ഒരു ക്രൂഷ്യൽ മൊമെൻറ്റ്, ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭം. പിന്നീടുള്ള പാട്ടുകളൊക്കെ കുറെ കൂടെ തെളിമയുള്ളതായി മാറിയിട്ടുണ്ടാവും. അതെ 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 തീർച്ചയായും. ഇപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന ശേഷം ഇപ്പോൾ മാരാമൺ കൺവെൻഷന് പോകുമ്പോൾ ആ ശുശ്രൂഷ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആളാമ്പ്രതി വേല. കാരണം ആളുകളോട് പേഴ്സണലായിട്ട് അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കുന്ന ഒരു എൻകൗണ്ടർ, അത് വളരെ എഫക്റ്റീവായിട്ടുള്ള, ഈ പ്രസംഗം കേൾക്കുന്ന മാത്രമല്ല ആളുകളോട് ഇത് ചോദിക്കുമ്പം അത് വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു അനുഭവമാണ്. സാറ് ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോലി ചെയ്യുകയായിരുന്നു. പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചും ഒന്ന് പറയണം, ഫാമിലിയെക്കുറിച്ചും ഒന്ന് പറയണം. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് ഡിഗ്രിക്ക് ശേഷമാണ് ഞാൻ പോയത്. അപ്പോൾ മാർക്കറ്റിംഗ് ജോലികളാണ് ബഹ്റിനിൽ ചെന്നപ്പോൾ തൊട്ട് തുടങ്ങിയത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണം എന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഏതാണ്ട് 8-9 വർഷം ബഹ്റിനിൽ വർക്ക് ചെയ്ത ശേഷം US MBAക്ക് പോയി.
അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ മിസിസിപ്പിയിൽ 2 വർഷം അവിടെ നിന്ന് MBA കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് ബഹ്റിനി വന്നു. അവിടെ വീണ്ടും കുറച്ച് വർഷങ്ങളിലൂടെ വർക്ക് ചെയ്ത ശേഷം 91-ലാണ് ഞാൻ ദുബായിക്ക് പോകുന്നത്. അവിടെയും മാർക്കറ്റിംഗ് മാനേജർ എന്നുള്ള പൊസിഷനിൽ പല കമ്പനികളിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, സ്വന്തമായിട്ടൊരു ബിസിനസ്. അതൊരു 5 വർഷം ആ ബിസിനസ് റൺ ചെയ്തു. എന്നാൽ അങ്ങനെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഓപ്പണിംഗ് കിട്ടി ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജയിൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ആ ഓപ്പർച്യൂണിറ്റി എടുത്തു. സ്വന്തം ബിസിനസ് ആയതുകൊണ്ട് എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് പോയി പഠിപ്പിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്തു. പക്ഷേ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ജോബ് സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് കണ്ടെത്തി. അപ്പോൾ ഇത്രയും നാളും ചെയ്ത ജോലിയേക്കാളൊക്കെ ഇതാണ്, ദിസ് ഈസ് മൈ പ്രൊഫഷൻ എന്നുള്ളത് ഒരു അണ്ടർസ്റ്റാൻഡിങ് അന്നേരം കിട്ടി. അപ്പോൾ ഡെഫിനറ്റായിട്ട് ഇതാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോകണമെന്നുള്ളത് തീരുമാനിച്ചു. അപ്പോൾ പക്ഷേ എനിക്ക് മനസ്സിലായി ഒരു ഫുൾ ടൈം ഒരു പ്രൊഫസറായിട്ട് കയറണമെങ്കിൽ, യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു PhD ആവശ്യമാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ PhDയെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ആദ്യം വിചാരിച്ചു US പോകാം തിരിച്ച്. പക്ഷേ അന്നേരം കുട്ടികളൊക്കെ, എൻ്റെ മോളൊക്കെ 12th കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള സാഹചര്യം ഇവരെ എല്ലാവരും ഇട്ടേച്ച് പോകുന്ന ഒരു പ്രയാസമായിട്ട് വന്നു. അപ്പോൾ പിന്നെ അന്വേഷിച്ചപ്പോൾ UK ഒരു ഓപ്പണിങ് പാർട്ട് ടൈമായിട്ട് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യാം, തിരിച്ച് വന്ന് ജോലി കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഒരു സാഹചര്യം അറിഞ്ഞു. അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് കാൻറ്റർബറി അവിടെ PhDക്ക് രജിസ്റ്റർ ചെയ്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയും വന്ന് നിന്നുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അത് PhD ഒരു 5 വർഷം എടുത്തു പാർട്ട് ടൈം ആയിരുന്നുകൊണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്തപ്പം തൊട്ട് ഞാൻ ഈ യൂണിവേഴ്സിറ്റി ദുബായിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ ലാസ്റ്റിൽ തിരിച്ച് പോരുമ്പോൾ ഐ വാസ് ദി അസോസിയേറ്റ് പ്രൊഫസർ ഇൻ മാർക്കറ്റിംഗ്. അങ്ങനെ കുറച്ച് പബ്ലിക്കേഷൻസും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ബേസിലാണ് ഈ പ്രൊമോഷൻസും ഒക്കെ കിട്ടി അങ്ങനെ വന്നത്. ഓക്കെ, വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയും ഒരു ജോലി സാഹചര്യവും ഒക്കെ ആയിരുന്നിട്ടും സഭയുമായി ബന്ധപ്പെട്ടും സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ടുമൊക്കെ വളരെ സമർപ്പണത്തോടെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ദൈവകൃപയാണ്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയത്തോളം ഫാമിലിയും മിഷൻ ഓറിയൻറ്റേഷൻ നന്നായി പിന്തുടരുന്ന ഒരു ഫാമിലിയാണെന്ന് മനസ്സിലാക്കി. മക്കളെക്കുറിച്ചും അവരുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ, അവരുടെ പ്രൊഫഷൻ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഫാമിലിയെക്കുറിച്ച്. മക്കൾ 2 പേരും അവിടെ സ്കൂളിങ് ദുബായിലാണ് ചെയ്തത്. 12th കഴിഞ്ഞിട്ട് 2 പേരും മടങ്ങി വന്നു. മൂത്ത മോള് മെഡിസിന് പോയി. അപ്പോൾ അന്നേരം തൊട്ടേ ഒരു മിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ തന്നെ താല്പര്യമുള്ള ഒരു പാർട്ട്ണറാണ് കിട്ടിയതും. അവർ 2 പേരും മിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് ആദ്യമേ CMC ലുധിയാന ഹോസ്പിറ്റലിൻ്റെ ഒരു റൂറൽ ഹോസ്പിറ്റലുണ്ട് അവർക്ക്, ബിൽഗ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ആയിരുന്നു. പിന്നീട് അവർ മധ്യപുര എന്ന് പറയുന്നത്, ബീഹാറിൽ മധ്യപുര ഒരു റൂറൽ ഹോസ്പിറ്റലാണ്, അതിലാണ് അവർ 2 പേരും വർക്ക് ചെയ്യുന്നത്. പിന്നെ അവർക്ക് 40ഓളം വില്ലേജസ്, അത് വളരെ ലോ കമ്മ്യൂണിറ്റി. അപ്പോൾ അവർ തന്നെ വിശ്വസിച്ചിരിക്കുന്നത് അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റത്തില്ല, മറ്റ് ഒരു പ്രിവിലേജസും ഇല്ല എന്ന് അവർ തന്നെ വിശ്വസിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 40 വില്ലേജസിൽ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്കെന്ന് പറയുമ്പോൾ അവർ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും. പിന്നെ അവർക്ക് തന്നെ അവരുടെ തന്നെ ഉന്നമനത്തിനായിട്ട് പല കാര്യങ്ങൾ ചെയ്യും. അവരുടെ അഗ്രികൾച്ചർ, അവർക്ക് കുറേ ചെറിയ പ്ലോട്ട്സൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ അതിൽ അവർക്ക് കൃഷി ചെയ്ത് ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് പല കൃഷികൾ ഓരോ സമയത്ത് ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കത്തക്കവണ്ണമുള്ള ഡിഫറെൻറ്റ് അഗ്രികൾച്ചറൽ മെത്തേഡ്സ് അവരെ പഠിപ്പിച്ച് അതിൽ നിന്ന് അവർക്ക് കുറച്ച് ലാഭം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ അവർക്ക് എല്ലാ വീടുകളിലും 1-2 എരുമ, ഇതൊക്കെയാണ് അവിടുത്തെ കൾട്ടിവേഷൻ, ആടും എരുമയും. അപ്പോൾ അത് പക്ഷേ ഇതിൻ്റെ പാലൊന്നും അവർക്ക് പ്രോപ്പറായിട്ട് വിൽക്കാനോ ഒന്നും ഉള്ള സാഹചര്യമില്ലായിരുന്നു. ഇപ്പോൾ അവരൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെ ഈ പാല് മിൽക്ക് കളക്ട് ചെയ്തിട്ട് ഒന്നിച്ച് ഗവൺമെൻറ്റിൻ്റെ ഡയറി ഫാംസിലോ ഒക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യത്തക്കുള്ള ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ വില്ലേജസിലെ ഉള്ള സ്ത്രീകൾ അവർക്ക് എന്തെങ്കിലും വരുമാനം കിട്ടത്തക്കൊണ്ട് അവർ
ചെറിയ വരുമാനത്തിൽ നിന്ന് അവരൊന്നിച്ച് കളക്ട് ചെയ്ത് പാത്രങ്ങൾ ഒക്കെ ഇങ്ങനെ റെൻറ്റിന് കൊടുക്കത്തക്കൊണ്ട് അവരുടെ വില്ലേജസിൽ തന്നെ ഓരോ ഫങ്ഷൻ വരുമ്പോൾ അതിനൊക്കെ റെൻറ്റ് ചെയ്തക്കൊണ്ടുള്ള ഫെസിലിറ്റീസ്. പിന്നെ അവർ ഇപ്പം തുടങ്ങിയിരിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളൊന്നും പഠിക്കാൻ പോകത്തേ ഇല്ല. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. നല്ല ഒരു ഡ്രസ്സും ഒന്നുമില്ല, അവരെല്ലാവരും ഉടുപ്പൊന്നും ഇല്ലാതെ കുട്ടികളെല്ലാം നടക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ ഇവർ ആദ്യമേ ഒരു മന്ത്ലി 1-2 മാസം അവർക്കൊരു സ്കൂളിങ് പോലെ കൊടുത്തു തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ വളരെ ഓപ്പോസിഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവരൊക്കെ ഈ കൺവേർഷന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ധാരണയ്ക്ക് ആൾക്കാർ വന്ന് ഇങ്ങനെ അത് വാച്ച് ചെയ്യുകയും അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ മാറി ഇപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി. അപ്പം ഇപ്പം അത് വില്ലേജ് സ്കൂൾസായിട്ട്, റെഗുലർ സ്കൂൾസായിട്ട് കൺവേർട്ട് ചെയ്യുക. അതിങ്ങനെ സ്കൂളെന്ന് പറയാനോ നമുക്ക് പറ്റത്തില്ല, കുഞ്ഞുങ്ങളെല്ലാം തറയിരുന്ന് ഒരു ഷെഡ് പോലുള്ള ഇതിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവർ കുറച്ച് ഫണ്ട് റേസ് ചെയ്തിട്ട് അതിൽ നിന്ന് പിള്ളേർക്കുള്ള ബുക്സും ബാഗും ഇങ്ങനെയൊക്കെയുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് അവർക്ക് ഭക്ഷണവും കൊടുക്കത്തക്കവണ്ണം അങ്ങനെ ഇപ്പോൾ റെഗുലറായിട്ടുള്ള സ്കൂൾസായിട്ട് ഈ കുറേ വില്ലേജസിൽ ഇപ്പോൾ ഈ 40 എണ്ണത്തിലും ഇല്ല, എന്നാലും എനിക്ക് തോന്നുന്നു മോർ ദാൻ 20 സ്കൂൾസിൽ വില്ലേജസിൽ ഇങ്ങനെ സ്കൂൾസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പക്ഷേ ഇവർക്കും ട്രെയിനിങ് വേണമല്ലോ. അതുകൊണ്ട് മോണ്ടിസോറി ട്രെയിനിങ് 1 വർഷം എടുത്തു. അപ്പം രാവിലെ സ്കൂളിൽ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി സമയമാണ് ഹോസ്പിറ്റലിൽ മോൾ ചെയ്യുന്നത്. അതുപോലെ ക്യാമ്പസിൽ അവരൊരു കാരണം മോടെ കുഞ്ഞുങ്ങളെ 3 പേരുണ്ട്. ആ 3 പേരെയും പുറത്ത് സ്കൂളിൽ വിടാനുള്ള സാഹചര്യം ഇല്ല ഇവിടെ, കാരണം നല്ല സ്കൂൾസ് ഇല്ല. അത് കാരണം അവർക്ക് ഹോം സ്കൂളിംഗാണ് ആദ്യം തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ക്യാമ്പസിലുള്ള കുട്ടികളെയും ഒക്കെ കൂടെ 10-20 കുട്ടികളെല്ലാം കൂടെ ചേർത്തിട്ട് അവിടെ ഒരു മോണ്ടിസോറി സ്കൂളായിട്ട് അവർ ക്യാമ്പസിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ തുടങ്ങിയിട്ടുണ്ട്. അത് തുടങ്ങി അതിപ്പം 4th സ്റ്റാൻഡേർഡ് വരെയായി. വലിയൊരു സുവിശേഷ ദർശനമുള്ള സാമൂഹിക ഇടപെടലാണ്. ഇപ്പോൾ പൊതുവിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വരുന്ന ഒരു സന്ദർഭങ്ങളും നിലവിലുണ്ടെങ്കിലും വളരെ ധൈര്യപൂർവ്വം മറ്റൊരു സപ്പോർട്ടും ഇല്ലാതെ ഈ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഡോക്ടർ എമി എന്നാണ് മകളുടെ പേര് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ എമി, ഹസ്ബൻഡ് ഡോക്ടർ അർപ്പിത. ഇളയ മോള് വർക്ക് ചെയ്യുന്നത് ട്രാൻസ്ഫോം ഫോർ ലൈഫ് എന്ന് പറയുന്ന ഒരു NGO ആണ്. അവർ ചെയ്യുന്നത് മിഷൻ ഫീൽഡിലും മിഷൻ ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനും മറ്റ് സുവിശേഷകർക്കും ഒക്കെ അവരുടെ മെൻ്റൽ ട്രോമ ഓവർകം ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു NGO ആണ്. അവർ ഈ അടുത്തിടയ്ക്ക് ചെയ്ത ചില വർക്കുകളാണ്. ഒന്ന് മണിപ്പൂരിൽ പോയി അവിടുത്തെ പാസ്റ്റേഴ്സിനെ ഒക്കെ ഒരു ട്രെയിനിങ് കൊടുത്തു. വെല്ലൂർ ഉള്ള ഹോസ്പിറ്റലിലെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തു. ബാംഗ്ലൂരിലെ ഇങ്ങനെയൊക്കെയുള്ള വർക്കാണ് അവർ ചെയ്യുന്നത്. അതും വളരെ ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. അതൊരു വലിയ സാക്ഷ്യമാണ്. അതുമാത്രമല്ല, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ ലൈഫിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച നിമിഷങ്ങളെ ഓർത്തെടുക്കുവാനോ അതൊന്ന് പങ്കുവയ്ക്കുവാനോ ലഭിക്കുന്ന അവസരങ്ങളാണ് ഏറ്റവും അനുഗ്രഹമുള്ള നിമിഷങ്ങളും ജീവിതത്തിൻ്റെ അനുഭവങ്ങളുമായി മാറുന്നത്. നമുക്ക് സംഗീതത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ സാറിൻ്റെ ജനറേഷനിലുള്ള ആളുകളൊക്കെ കൈകാര്യം ചെയ്തതോ കടന്നുപോയതോ ആയ മേഖലയല്ല ഇപ്പോഴത്തെ സഭാ ശുശ്രൂഷയും സഭയുടെ ഗായക സംഘത്തിൻ്റെ ശുശ്രൂഷകളുമൊക്കെ തന്നെ. പലയിടത്തും ശുശ്രൂഷകൾക്ക് പലതരത്തിലുള്ള ട്രാൻസിഷൻ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പഴയ കാലത്തിലെ ഗായക സംഘത്തിൻ്റെ ശുശ്രൂഷകളെയും സഭാ ശുശ്രൂഷകളെയും നോക്കിക്കാണുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സാധ്യതകളാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ളത്, അതൊന്ന് പറയാമോ? ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സിനെ നമ്മുടെ സഭയിലേക്ക്, അതിൻ്റെ ശുശ്രൂഷയിലേക്ക് അവർക്കൊരു മീനിങ് ആയിട്ടുള്ള ഒരു സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. കാരണം ഇപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സ് ബാംഗ്ലൂരോ അത് ഏതെങ്കിലും സിറ്റിയിലോട്ടോ അത് ഔട്ട്സൈഡ് കൺട്രിയിലോട്ടോ പോയി കഴിഞ്ഞാൽ നമ്മുടെ സഭയിൽ നിൽക്കാൻ അവർക്ക് വലിയൊരു താല്പര്യമുള്ളൂ. ഒന്നാമത്തെ കാര്യം ഈ മ്യൂസിക് തന്നെയാണ്. ആ മ്യൂസിക് അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള മ്യൂസിക് അത് അല്ലെങ്കിൽ വർഷിപ്പ് അവർക്ക് നമ്മുടെ പള്ളികളിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്.
അപ്പോൾ നമ്മുടെ ഈ ഒരു വലിയ ചലഞ്ച് കാരണം നമ്മുടെ യങ്സ്റ്റേഴ്സ് ഒത്തിരി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഈ ഒരു ഫുൾ ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങളുടെയൊക്കെ ജനറേഷൻ കഴിഞ്ഞ് വീണ്ടും താഴോട്ട് വരുമ്പോൾ നെക്സ്റ്റ് ജനറേഷൻ വി ആർ ലൂസിങ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവൈലബിളായിട്ടുള്ള ടെക്നോളജിയും അവൈലബിളായിട്ടുള്ള ടാലൻസും വെച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകളിലും യങ്സ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക. ഒന്നിൽ ചെയ്യാവുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, മാസത്തിൽ ഒരു 5th സൺഡേ അങ്ങനെയുള്ള സമയത്ത് യൂത്ത്സിനെ ഫുള്ളായിട്ട് അവർക്ക് പാർട്ടിസിപ്പേഷൻ വരത്തക്കവണ്ണം അവർ പാട്ട് ലീഡ് ചെയ്യുകയും അവർ സർവീസിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ അവർക്ക് ചെയ്യാവുന്ന എല്ലാ ശുശ്രൂഷകളും അവരെ ഏൽപ്പിച്ച് അവർക്ക് അതിൻ്റെ ഒരു മോട്ടിവേഷൻ വരത്തക്കവണ്ണം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതെ, സംഗീതം എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും സ്വാധീനിക്കുകയും അവരെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ഒരു മാധ്യമമാണ്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഹൃദ്യമായി തീരുന്ന അവരുടെ ടേസ്റ്റിലുള്ള സംഗീതമുണ്ട്. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു ക്ലാഷ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഒരു ട്രഡീഷണൽ മ്യൂസിക്, പിന്നെ നമ്മൾ ശീലിച്ച് വന്ന ഒരു ക്രമം, അതിൽ നിന്ന് പെട്ടെന്ന് മാറുക എന്ന് പറയുന്നത്. എന്നാൽ മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ തന്നെ കുട്ടികൾക്ക് അല്ലെങ്കിൽ യങ് ജനറേഷൻ ഒരുമിച്ച് കൂടാനും പ്രൈസ് ആൻഡ് വർഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സാധ്യത, പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചലഞ്ചസും ഉണ്ട്, പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ അതിനെ കണ്ടെത്താൻ കഴിയുന്നത് ഈ കാലത്തിൻ്റെ ഒരു നീഡാണ്. നീഡ് ഓഫ് ദി അവർ എന്നൊക്കെ പറയുന്നത് പോലെ ഈ സമയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആവശ്യകതയാണത്. ഇത്രയും സമയം നമുക്ക് സംഗീതത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും സഭയുടെ ശുശ്രൂഷകളെക്കുറിച്ചും ഒക്കെ പങ്കുവയ്ക്കാനായി സാധിച്ചു. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സാറിപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലാണ്. അപ്പോൾ ഇനി മുമ്പിലുള്ള വളരെ ഫോക്കസ്ഡായ അല്ലെങ്കിൽ വളരെ കോൺക്രീറ്റായ ലക്ഷ്യങ്ങൾ വല്ലതുമുണ്ടോ? നമ്മുടെ സഭയുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്, ഗായക സംഘത്തിൻ്റെ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഒന്ന് പങ്കുവെക്കാമോ? എൻ്റെ പോളിസി എന്ന് പറയുന്നത്, വേറെവർ ദർ ഈസ് എ നീഡ് അവിടെ പോയി വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ ചെയ്തിട്ടുള്ള നേരത്തെയുള്ള കാര്യം തൊട്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു നീഡ്, ഞങ്ങളുടെ ചെറിയ പള്ളിയിൽ ഒരു കൊയർ കുറച്ചുകൂടെ ബെറ്റർ ആക്കുക, അല്ലെങ്കിൽ അവിടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലായിരുന്നു, കീബോർഡ് ഒക്കെ ആക്കുക. ആ ഒരു നീഡ് ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രൊഫഷണലായിട്ട് ഇപ്പം പ്രൊവിഡൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്തിരുന്നു. ആ രീതിയിലൊക്കെ എവിടെയൊക്കെ നമുക്ക് ഒരു നീഡുണ്ട് അവിടെയൊക്കെ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്, ചെയ്യുക, നമ്മളാലാവുന്നത് ദൈവനാമഹത്വത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. വളരെ സന്തോഷം സാറേ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം പങ്കുചേരുകയും അനുഭവങ്ങൾ പങ്കിടുകയും ചെയ്തതിലുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ കോട്ടയം കൊച്ചി ഡയോസിസിൽ ഉൾപ്പെട്ടിരിക്കുന്ന വെണ്ണിക്കുളം ശാലേം മാർത്തോമാ ഇടവകയിലെ അംഗമാണ് പ്രിയപ്പെട്ട ഈപ്പൻ സാർ. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നും സഭാ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ നിന്നും നമ്മോട് പങ്കുവച്ച സാക്ഷി അനുഭവങ്ങളും ജീവിതത്തിൻ്റെ പ്രത്യേകമായ വിളിയും ഇന്ന് കേട്ട നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് പൂർണ്ണമായും കർത്താവിൽ വിശ്വസിക്കുന്നു. നമ്മുടെ ഇടയിലും ഇതുപോലെ അനേകരുണ്ട്. തങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി മാറ്റിവെക്കുകയും അതേസമയം സെക്കുലർ ലൈഫിൽ, പ്രൊഫഷണൽ ജോബിലൊക്കെ ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരുകയും ചെയ്ത ആളുകൾ. അങ്ങനെയുള്ളവരുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് മാതൃകയും നമുക്ക് ആദരവും നൽകുന്ന അങ്ങനെയുള്ള ജീവിതങ്ങളുടെ മുമ്പിൽ ആദരവ് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മോടൊപ്പം ഇന്ന് പങ്കെടുത്ത ഈപ്പൻ സാറിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇത് വീക്ഷിച്ചതിൽ നിങ്ങളോട് എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡിന് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.